നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCCയുടെ പരിപാടി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിന് ക്ഷണം. തിരുവമ്പാടി പഞ്ചായത്തിൽ KMCC സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് PV അൻവറിന് ക്ഷണം ലഭിച്ചത്. നാളെയാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ UDF-നെതിരെ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഘടകകക്ഷിയായ ലീഗിന്റെ പോഷക സംഘടനയായ പരിപാടിക്കാണ് PV അൻവറിനെ ക്ഷണിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. അറബിക്കടലിൽ കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ MSC എൽസയിലെ ഇന്ധന ചോർച്ച അടയ്ക്കുന്നത് പൂർത്തിയായി. എന്നാൽ കപ്പലിൽ നിന്ന് വോയേജ് ഡേറ്റ റെക്കോർഡറായ VDR വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വോയേജ് ഡേറ്റ റെക്കോർഡർ കണ്ടെത്തിയാൽ മാത്രമേ ദുരന്തത്തിന് ഇടയായ കാരണം മനസ്സിലാകാനാവൂ. ഹെവി ഫ്യൂൽ ഓയിൽ ടാങ്ക് 22ന്റെ സൗണ്ടിംഗ് പൈപ്പിലുണ്ടായ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞതോടെ ഇന്ധന ചോർച്ച പൂർണ്ണമായി അടച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടം MLAയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു വാഹനം തടഞ്ഞുള്ള പരിശോധന. വാഹനത്തിൽ നിന്ന് പെട്ടി താഴെ ഇറക്കിയും പരിശോധിച്ചിരുന്നു. ചാരനിറത്തിലുള്ള പെട്ടിയിൽ നിന്ന് വസ്ത്രവും പുസ്തകങ്ങളുമാണ് കണ്ടെടുത്തത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. അതേസമയം നിലമ്പൂരിൽ വാഹനം തടഞ്ഞുള്ള പോലീസ് പരിശോധന അപമാനിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. പരിശോധനയോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം പരിശോധന അല്ലെന്നും ഇൻസൾട്ട് ചെയ്യുകയാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാറെ പിരിച്ചുവിടാൻ ശുപാർശ. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ A പവിത്രനെയാണ് പിരിച്ചുവിടാൻ ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ ശുപാർശ നൽകിയത്. ശുപാർശ കത്ത് റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. തുടർച്ചയായ അച്ചടക്ക ലംഘനമുണ്ടായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇതിനു മുമ്പ് നിരവധി മുന്നറിയിപ്പുകളും താക്കീതുകളും ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. നിരവധി നടപടികൾക്ക് വിധേയനായിട്ടും നിരന്തരമായി റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തി ഉണ്ടാകുന്ന പ്രവൃത്തികൾ ആവർത്തിച്ചു വരുന്നതിനാലാണ് പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ശുപാർശ ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയ കത്തിൽ ഉൾപ്പെടുത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇടുക്കി പീരുമേട് സ്വദേശിനിയായ സീത മരിച്ചതെന്നാണ് ഭർത്താവ് നേരത്തെ മൊഴി നൽകിയിരുന്നത്. എന്നാൽ അത് അങ്ങനെ അല്ലെന്ന് തെളിയിക്കുന്നതാണ് സീതയുടെ പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതോടെ സീതയെ കൊന്നത് കൊമ്പനല്ല, മറിച്ച് ഭർത്താവ് ബിനു ആണെന്ന നിഗമനത്തിലാണ് പോലീസ്. ബിനുവാണ് കാട്ടാനയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞു പരത്തിയത്. എന്നാൽ കാട്ടാന ആക്രമണത്തിന്റെ ഒരു ലക്ഷണങ്ങളും സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് സീത കാട്ടിലേക്ക് പോയത്. അവിടെ വെച്ചാണ് മരണവും സംഭവിക്കുന്നത്. വനത്തിനുള്ളിൽ മീൻമുട്ടി എന്ന സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മരണം സംഭവിച്ചത്. എന്നാൽ ഇത് കൊലപാതകം അല്ലെന്നാണ് ബിനു ഇപ്പോഴും പറയുന്നത്. കുറ്റ്യാടിയിൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ശുചിമുറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. അരിക്കര സ്വദേശി അസ്ലമാണ് പിടിയിലായത്. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഇത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം നടന്നത്. സ്ത്രീ ശുചിമുറിയിൽ പോയപ്പോഴാണ് ജനാലക്കരികിൽ മൊബൈൽ ഫോണുമായി ഒരാൾ നിൽക്കുന്നത് കാണുന്നത്. ഉടൻ തന്നെ സ്ത്രീ ബഹളം വെച്ചു. ഓടിക്കൂടിയ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടിയത്. തുടർന്ന് അസ്ലമിനെ പോലീസിന് കൈമാറുകയായിരുന്നു. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തിയുടെ തെറ്റായ ഭൂപടം പോസ്റ്റ് ചെയ്തതിൽ ഇസ്രായേൽ സൈന്യം ക്ഷമാപണം നടത്തി. മാപ്പിൽ ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായി എന്ന തെറ്റായ ഭൂപടമാണ് ഇസ്രായേൽ പ്രതിരോധ സേന കാണിച്ചിരുന്നത്. അതിർത്തികളെ കൃത്യമായി ചിത്രീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് IDF സമ്മതിച്ചിരുന്നു. പക്ഷേ ഇത് മേഖലയുടെ ഇലിസ്ട്രേഷൻ മാത്രമാണെന്നും അവർ അവകാശപ്പെട്ടിരുന്നു. തെറ്റ് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ സൈന്യത്തോട് ഉടൻ പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. ചിലർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വരെ ടാഗ് ചെയ്യുകയും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ക്ഷമാപണം നടത്തിയത്. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ ഉന്നതതല മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. അപകട കാരണം എന്തെന്ന് കണ്ടെത്തുന്നതിനൊപ്പം ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കമ്മിറ്റി പരിശോധിക്കും. ഫ്ലൈറ്റ് ഡേറ്റ, കോക്പിറ്റ് വോയിസ് റെക്കോർഡുകൾ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് റെക്കോർഡുകൾ, ATC ലോഗ്, സാക്ഷികളുടെ മൊഴികൾ എന്നിവ ഉൾപ്പെടെ എല്ലാ രേഖകളും സമിതി പരിശോധിക്കും. അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ സമർപ്പിക്കുകയും ചെയ്യും. കർണാടകയിൽ തിങ്കളാഴ്ചയോടെ ബൈക്ക് ടാക്സി സർവീസുകൾ അവസാനിക്കും. ബൈക്ക് ടാക്സിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചട്ടം രൂപീകരിക്കുന്നതുവരെ അവയ്ക്ക് നിരോധനം വേണമെന്ന കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഡിവിഷണൽ ബെഞ്ച് തള്ളിയതാണ് നടപടിക്ക് കാരണം. ജൂൺ 16-നുള്ളിൽ ബൈക്ക് ടാക്സികൾ പ്രവർത്തനം നിർത്തണമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം.
പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിൽ എത്രയും വേഗം സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. വെള്ളിയാഴ്ച രാവിലെയാണ് ഇറാന് നേർക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇതിന് പിന്നാലെ മോദിയെ ഫോണിൽ ബന്ധപ്പെടുകയും സാഹചര്യം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു.